വാങ്ങിയിട്ട് എനിക്കിപ്പോ 2 കൊല്ലമായിട്ട്. ഇത് ഞാനിങ്ങനെ ബാത്റൂമിൽ തന്നെ ഫിക്സ് ആക്കി വെച്ചേക്കണം. എനിക്ക് എപ്പോ കാലൊരക്കണം അപ്പപ്പോ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിവിടെ കുറെ നാൾക്ക് ശേഷമാണ് ഒന്ന് കാലിനെ നോക്കണം. കാരണം എന്റെ കാലിന്റെ വിരലിന് ജിമ്മിൽ വെച്ചൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം തന്നെ കുറച്ച് അവിടെ ഇവിടെയും പിടിച്ചിരിക്കുന്ന നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്റെ കാലിനെയും കല്ലിനെയും നന്നായിട്ട് നനച്ചു. ലുക്ക് അറ്റ് മൈ കാലിന്റെ അവസ്ഥ. സോറി, നിങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ. എന്നിട്ട് കൈ കെട്ടുന്ന ഷാമ്പു അങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് കാലിന് ഉരച്ചു കൊടുക്കും. ഈ ഒരു മെത്തേഡ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം കുളിച്ചതിന് ശേഷം ചെയ്യാൻ. അപ്പോഴാണ് സ്കിൻ അങ്ങറ്റം സോഫ്റ്റ് ആണ്. നന്നായിട്ട് ഡെഡ് സ്കിൻ അങ്ങോട്ട് റിമൂവ് ആൻഡ് ലുക്ക് അറ്റ് മൈ പിങ്കി സോഫ്റ്റ് ബേബി സോഫ്റ്റ് ലെഗ്സ്. എന്റെ സ്കിൻ അല്ലെങ്കിൽ തന്നെ ഡ്രൈ, അതുകൊണ്ട് കാലിന്റെ സ്കിൻ പറയേ വേണ്ട, അങ്ങറ്റം ഡ്രൈ ആണ്. അതിനെ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അപ്പൊ 2-3 ഫുഡ് ക്രീം ഉണ്ട് മാറ്റി മറിച്ച് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുക. അതിനൊന്നാണ് ഈ ഒരു വിൽവേഡ് കേട്ടോ. നല്ലോണം ഞാൻ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കും. കാലെ കുറച്ച് കഴിയൂല, അപ്പൊ ഡെഡ് സ്കിൻ പോകും. പക്ഷേ ക്രാക്ഡ് ഹീലിനെ ഒന്നും കൂടെ ഹീൽ ആക്കാനായിട്ട് ഞാൻ ഈ ഒരു യൂറിയ റോളാണ് യൂസ് ചെയ്യുന്നത്. എന്ത് പോളീസ് സാധനോട് ഗൈസ്. 2ാമത്തെ പ്രാവശ്യം ഞാൻ മേടിച്ചേക്കണം. അത് ഇത്തവണ വലിയ കുപ്പിയെ മേടിച്ചു, കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആവശ്യം വരാണ്ട്. അപ്പൊ ക്രാക്ഡ് ഹീലിന്റെ പ്രശ്നം നിങ്ങൾക്ക് കണ്ട് എന്തൊക്കെ യൂസ് ചെയ്തിട്ടും പോണില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾ ഫ്ലാറ്റ് ആയി പോകട്ടാ. എന്നിട്ട് ഈ ഒരു സിലിക്കോൺ കവർ ഇട്ട് വെക്കുക. അപ്പൊ 2-3 മണിക്കൂർ ഈ ഒരു കവർ ഇടണം. നമുക്ക് ഇട്ടൊക്കെ നടക്കാം, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഭ്രാന്ത് പിടിച്ച് അതിനെ ഊരി കളയും. എന്നിട്ട് ജസ്റ്റ് ഹബ്സിന്റെ നെൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്ത് 2 ആൾക്കാർ ഇവിടെ ഹാപ്പി ആയി.